ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫീ റിവായത്തിൻ ലി മുസ്ലിമിൻ, അല്ലേ? മുസ്ലിം റളിയല്ലാഹു അൻഹുവിനുള്ള റിപ്പോർട്ടിലുണ്ട്, മാത്ത ഇബ്നുൻ, ഒരു മകൻ മരണപ്പെട്ടു, ലി അബീ ത്വൽഹത, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനുള്ള ഒരു മകൻ മരണപ്പെട്ടു, മിൻ ഉമ്മി സുലൈം, ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൽ ജനിച്ച ഒരു മകൻ മരണപ്പെട്ടു. ഫഖാലത്ത്, അപ്പൊ ഉമ്മു സുലൈം ബീവി പറഞ്ഞു, ലി അഹ്ലിഹ, കുടുംബക്കാരോട് പറഞ്ഞു, ലാ തുഹദ്ദിസു, നിങ്ങൾ സംസാരിക്കരുത്, അബാ ത്വൽഹത്ത, അബൂ ത്വൽഹയോട് നിങ്ങൾ വർത്തമാനം പറയരുത്, ബിബിനിഹി, മകന്റെ വിഷയം സംസാരിക്കരുത് എന്ന് പറഞ്ഞു. ഏതുവരെ? ഹത്താ അകൂന അന ഉഹദ്ദിസുഹു, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം പറയുന്നത് വരെ ഞാനൊരു വിഷയം എന്ത് ചെയ്താലാം, തഞ്ചത്തിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെ ഫജാഅ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നു, ഫഖറബത്ത് ഇലൈഹി അശാഅൻ, അത്താഴം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനിക്ക് വിളമ്പിക്കൊടുത്തു. ഫഅകല, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷിച്ചു. വശരിബ, വെള്ളം കുടിച്ചു. സുമ്മ തസന്നഅത്തു ലഹു, പിന്നെ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി. അഹ്സനമാ കാനത്ത് തസ്നഉ ഖബ്ല ദാലിക, അതിനു മുമ്പ് ഞാൻ അണിഞ്ഞൊരുങ്ങുന്നതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ, മുമ്പൊന്നും ഇല്ലാത്ത, അതിനേക്കാൾ വളരെ മനോഹരമായി ഞാൻ അണിഞ്ഞൊരുങ്ങി. മേക്കപ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ, അപ്പോൾ അതുപോലെ അണിഞ്ഞൊരുങ്ങി. ഫവഖഅ ബിഹ, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവിയുമായി ബന്ധപ്പെട്ടു. എന്നിട്ട് ഫലമ്മ അൻ റഅത്ത്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയപ്പോൾ, അന്നഹു ഖദ് ശബിഅ, അദ്ദേഹത്തിന് വയറ് നിറഞ്ഞിട്ടുണ്ട്, വ അസ്വാബ മിൻഹ, അദ്ദേഹത്തിന് തൃപ്തനായിട്ടുണ്ട്, സംതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹുവിനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, കാലത്ത്, അവര് പറഞ്ഞു, യാ അബാ ത്വൽഹ, ഏ അബൂ ത്വൽഹ, അറഅയ്ത, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൗ അന്ന ഖൗമൻ, ഒരു വിഭാഗം ആളുകൾ, ആറു, അവർ വായ്പ തന്നു, വായ്പ കൊടുത്തു, ആരിയത്തഹും, അവരുടെ ഒരു വീട്ടുപകരണങ്ങളെ, അഹ്ല ബൈത്തിൻ, ഒരു വീട്ടുകാർക്ക്, ഒരു സമൂഹം അവരുടെ വീട്ടുപകരണങ്ങളെ ഒരു കുടുംബത്തിന് വായ്പ കൊടുത്തു. എന്നിട്ട് ഫത്വലബു, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു അവരത് ആവശ്യപ്പെട്ടു, ആരിയത്തും, അവർ കൊടുത്ത ഉപകരണങ്ങൾ. അപ്പൊ അലഹും, ആ വീട്ടുകാർക്ക് പറ്റുമോ, യംനഉഹും, അവർക്കത് കൊടുക്കാതിരിക്കൽ? ഐഡിയയിൽ ചോദിക്കാൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു സാധനമാണ് മക്കൾ. ആ മക്കള് അള്ളാഹു തിരിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്കത് കൊടുക്കൂല, തടഞ്ഞു വെക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്, വീട്ടുപകരണങ്ങൾ ഒരു വീട്ടുകാർക്ക് നമ്മൾ വായ്പ കൊടുത്തു, അത് തിരിച്ചു ചോദിക്കുമ്പോൾ ആ വീട്ടുകാർ ഇല്ല തരൂല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, പറ്റൂല, പറ്റൂലെന്നോ, ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഫഖാലത്ത്, അപ്പൊ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് എന്നാൽ ഫഹ്തസിബ് ഇബ്നക, നിങ്ങളുടെ മകന്റെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. മകന്റെ വിഷയത്തിൽ ക്ഷമിച്ചിട്ട് പ്രതിഫലം സമ്പാദിച്ചോളിയും എന്ന് പറഞ്ഞു. കാല, അപ്പൊ നീ റാവി പറയാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് പറയാണ്, ഫഗളിബ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു. സുമ്മ കാല, എന്നിട്ട് പറഞ്ഞു, ദേഷ്യപ്പെട്ട് പറഞ്ഞു, ആ തറക്തിനി, തറക്കൂ അങ്ങനെ വന്നിട്ട് തറക്തി, നീ എന്നെ ഉപേക്ഷിച്ചു, ഹത്ത തലത്തഖ്തു, ഞാൻ അശുദ്ധനാകുന്നത് വരെ. അതായത് ഞാനിപ്പോൾ നീയുമായി ബന്ധപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അശുദ്ധനായി വലിയ അശുദ്ധിക്കാരനായ ആ അവസ്ഥയിലാണ് നീ എന്നോട് ഈ വിഷയം പറയുന്നത്. ഇതുവരെ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? ഞാൻ വന്ന ഉടനെ തന്നെ അത് പറയണ്ടേ? തലത്വഹ്തു എന്ന് പറഞ്ഞാൽ ഞാൻ മലിനമായി, ഞാൻ അശുദ്ധിയുള്ളവനായി എന്നർത്ഥം. എനിക്ക് അശുദ്ധി ഉണ്ടാകുന്ന ആ സമയം വരെ ഇത് പറയാതെ എന്നിൽ നിന്നും നീ മറച്ചു വെച്ചു. തുമ്മ അഖ്ബർത്തിനി, പിന്നെ നീ എന്നോട് പറഞ്ഞു ബിബിനി, എൻ്റെ മകനെ കുറിച്ച്. ഇപ്പൊ ഇത്രയും നേരം അത് അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. ഇപ്പോഴാണോ പറയുന്നത്? ഇത് കുറച്ച് നേരത്തെ പറയണ്ടേ? മകൻ മരണപ്പെട്ടു പോയ വിവരം കുറച്ച് നേരത്തെ പറയണ്ടേ? ഞാൻ വന്ന് ഭക്ഷണമൊക്കെ തന്ന് എല്ലാം കഴിഞ്ഞിട്ടാണോ പറയേണ്ടത് എന്നുള്ള രൂപത്തിൽ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഫൻതലക, അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പോയി. ഹത്ത അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഫഅഖ്ബറഹു, നബി തങ്ങളോട് വിവരം പറഞ്ഞു. ബിമാ കാന, നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, ഇന്നലത്തെ നിങ്ങളുടെ രാത്രിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നലെ നിങ്ങളുടെ ആ ചെലവഴിച്ച സമയം രാത്രിയിൽ എന്ത് ചെയ്യട്ടെ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. അങ്ങനെ ഖാല, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ പറയാണ്, ഫഹമലത്ത്, ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഖാല വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, നബി തങ്ങൾ അങ്ങനെ ഒരു യാത്രയിലായിരുന്നു. വഹിയ മഅഹു, നബി തങ്ങളുടെ കൂടെ ആരുണ്ട്? ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹയുണ്ട്. ആരുണ്ട്? ഉമ്മു സുലൈം ബീവിയും നബി തങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അത്തൽ മദീനത മിൻ സഫരിൻ ലാ യതുറുഖുഹാ തുറൂഖൻ ഫദനൗ മിനൽ മദീനതി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയോട് അടുത്തെത്തിയപ്പോൾ, യാത്രയിൽ നിന്ന് മദീനയോട് അടുത്തെത്തിയപ്പോൾ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാ യതുറുഖുഹാ തുറൂഖൻ,
ഇതൊരു പ്രയോഗമാണ്. 6 രാത്രിയിലൊന്നും നബിതങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കൂല. നബിതങ്ങളുടെ പ്രത്യേകതയായിരുന്നു. കാരണം വീട്ടുകാർക്കൊരു പ്രയാസം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ ഉറക്കും സ്വീപ്പാവാനും ആവാതിരിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, നബിതങ്ങൾ രാത്രി ആ വീട്ടിലേക്ക് പ്രവേശിക്കൂല. അങ്ങനെ മദീനയോട് അടുത്തെത്തി. അങ്ങനെ ഫദനൗ മിനൽ മദീന, അങ്ങനെ അവരെല്ലാവരും മദീനയിലെത്തി. ഫലറബഹൽ മഖാദു, അങ്ങനെ പ്രസവ വേദന ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹക്ക് അനുഭവപ്പെട്ടു. ഫഹ്തബസ അലൈഹ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ക്ഷമാപൂർവം അവളുടെ അടുക്കലിരുന്നു, ഭാര്യയുടെ അടുക്കലിരുന്നു. വൻതലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പോയി. അപ്പോൾ പ്രസവവേദന മദീനയോട് അടുത്ത സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹക്ക് പ്രസവവേദന ആരംഭിച്ചു. അബൂ ത്വൽഹ റളിയല്ലാഹു അവിടെ നിർത്തി. നബി തങ്ങൾ എന്ത് ചെയ്തു? യാത്ര പോയി തുടർന്നു. അങ്ങനെ ഖാല യഖൂലു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നക ലതഅലമു യാ റബ്ബി, എൻ്റെ റബ്ബേ നിനക്കറിയാം, അന്നഹു യുഅ്ജിബുനി, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, അൻ അഖ്റുജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ, നബി തങ്ങൾ യാത്ര പോകുമ്പോൾ കൂടെ പോകുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുവെ നിനക്കറിയില്ലേ. അദ്ഖുല മഅഹു ഇദാ ദഖല, നബി തങ്ങൾ തിരിച്ച് നാട്ടിലെത്തുന്ന സമയത്ത് നാട്ടിൽ ഒപ്പം കൂടെ പോവുക എന്നതും എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് എന്ന് റബ്ബേ നിനക്കറിയില്ലേ. വഖദ് തബസ്തു ബിമാ തറ, അപ്പൊ മദീനയിൽ പ്രവേശിക്കുമ്പോൾ ഒപ്പം പ്രവേശിക്കാനും മദീനയിൽ നിന്ന് പുറത്തു പോവാനും എനിക്ക് താല്പര്യമുണ്ട്, ഏറെ താല്പര്യമുള്ള കാര്യമാണെന്ന് അള്ളാഹുവെ നിനക്കറിയാലോ. പക്ഷെ ഇപ്പം ഞാനൊരു പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഞാൻ എന്നെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പ്രസവവേദന വന്ന് പ്രസവിക്കാൻ സമയമായാലും നിൽക്കാണ്. അപ്പോൾ തഖൂലു ഉമ്മു സുലൈം ബീവി പറഞ്ഞു, യാ അബൂ ത്വൽഹ മാ അജിദു ലദീ കുൻതു അജിദു, മുമ്പുണ്ടായിരുന്ന പോലെ ഇപ്പം എനിക്ക് വേദനയൊന്നുമില്ല. മാ അജിദു എനിക്കില്ല, അല്ലദീ കുൻതു അജിദു ഞാൻ മുമ്പ് അനുഭവിച്ചിരുന്ന പോലെ ഉള്ള ഒരു വഴിയൊന്നും വേദനയോ മറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് ഇൻതലിഖ് നമുക്ക് പോകാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫന്തലഖ്ന ഞങ്ങൾ പോയി. വ ലറബഹൽ മഖാലു, പ്രസവവേദന വീണ്ടും വന്നു, പിന്നെയും വീണ്ടും പ്രസവവേദന വന്നു. ഹീന ഖദിമ, അവർ ഇങ്ങനെ മുന്നോട്ട് നടന്ന സമയത്ത് പ്രസവവേദന വന്നു. ഫവലദത്തു ഗുലാമൻ, എന്ത് ചെയ്തു? ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, വാക്കുകളൊന്നും. സംഗതി നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി വിശദീകരണം നേരത്തെ ഹദീസിലുണ്ട് ഈ വിഷയം. അതിനേക്കാൾ കുറച്ചും കൂടി വിശദീകരണമുണ്ട്. അപ്പോൾ നബിതങ്ങൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തി, ഭാര്യയ്ക്ക് കൂട്ടായിട്ട് നിർത്തി. നബിതങ്ങൾ പോയി. പക്ഷെ നബിതങ്ങളോടൊപ്പം പോകാനായിരുന്നു ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് താല്പര്യം ഉണ്ടായിരുന്നത്. റസൂൽ നിർത്തിയപ്പോൾ പിന്നെ അവിടെ നിന്നു. പക്ഷെ അള്ളാഹുവിനോട് ഇതായിരുന്നു, എനിക്ക് അതിനുള്ള താല്പര്യമുള്ള വിഷയമാണ് നബിതങ്ങളുടെ കൂടെ പോകലെന്നൊക്കെ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എന്നാൽ നമുക്ക് ഇപ്പം മുമ്പുണ്ടായിരുന്ന അതുപോലുള്ള വേദനയൊന്നും ഇപ്പം അല്ല, അതുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലെ പോകാൻ നേരത്ത് വേദന വീണ്ടും വന്നു. അങ്ങനെ പ്രസവിച്ചു. ഫക്കാലത്തിലേ ഉമ്മി, അപ്പം എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞു, യാ അനസു, അനസേ. ഈ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ തന്നെയാണ് ഇട്ടത്, ഉമ്മു സുലൈം ബീവി. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു. അങ്ങനെ മരണപ്പെട്ട് പിന്നെ കല്യാണം കഴിച്ചതാണ്. യാ അനസു, അനസേ, ലാ യുർളിഉഹു അഹദുൻ ഹത്താ തഗ്ദുവ ബിഹി
അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അതായത് ഈ കുട്ടിക്ക് ഒരാളും മുല കൊടുക്കരുത്, പാല് കൊടുക്കരുത്. അത്താ തഹുദുവ ബിഹി, കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുന്നത് വരെ, കുട്ടിയെയും കൊണ്ട് നീ പോകുന്നത് വരെ. അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രാത്രിയാണ് പ്രസവിക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് പാല് ആദ്യം തന്നെ നബിതങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് കിട്ടണം എന്നുള്ള നിലക്കാണ് പറയുന്നത്. ആരും പാല് കൊടുക്കണ്ട. അങ്ങനെ ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോൾ, ഇഹ്തമൽതുഹു, ഞാൻ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി, ഫന്തലക്തു ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഞാൻ നബിതങ്ങളുടെ അടുത്തേക്ക് പോയി. അദക്കറ തമാമൽ ഹദീസ്, പിന്നെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി പൂർണ്ണത പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഹദീസ്, റസൂലുള്ളാഹി എന്ത് ചെയ്തു, മധുരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ. ഈത്തപ്പഴമുണ്ടോ ചോദിച്ചു, കാരക്കുണ്ടോ ചോദിച്ചു, കാരക്ക വായിലിട്ട് ചവച്ച് മധുരം കൊടുത്തു, പേര് വിളിച്ചു, അബ്ദുള്ള എന്ന് പേര് വിളിച്ചു. പിന്നെ ബാക്കിയാണത്. ഇത് പറയാൻ കാരണം ഈ ഹദീസിൽ എന്തുണ്ട്, കുറച്ചുകൂടി കൂടുതലുണ്ട്. ഇവിടെ ഈ ക്ഷമ നടത്തി, ക്ഷമ ചെയ്തു. വളരെ പ്രയാസകരമായ ഒരു സമയത്ത് മകൻ മരണപ്പെട്ട് കിടക്കുമ്പോഴും ക്ഷമയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി ആ ക്ഷമ നടത്തിയതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. ക്ലിയർ അല്ലേ? 45. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, വായിക്കേ. ലൈസ ശദീദു, ശക്തവാനല്ല. ലൈസ ശദീദു, ശക്തവാൻ, ബലവാൻ അല്ല. ബിസുറഅത്തി, ഗുസ്തി നടത്തുന്നത് കൊണ്ടല്ല. നന്നായിട്ട് ഗുസ്തി പിടിക്കുന്ന ആളല്ല. എന്ത്? യഥാർത്ഥ ശക്തവാൻ. പിന്നെയോ ഇന്നമ ശദീദു, തീർച്ചയായും ശക്തവാൻ, അല്ലതി ഒരാളാണ്, യംലിക്കു, അവന് നിയന്ത്രിക്കുന്നു, നഫ്സഹു, അവൻ്റെ ശരീരത്തിനെ, ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത്. ദേഷ്യം വരുന്ന സമയത്ത് സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ക്ലിയർ അല്ലേ? മുത്തഫഖുൻ അലൈഹി. സംശയണ്ട? സുറഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗുസ്തി പിടിക്കുക. ധാരാളം ആളുകളെ അടിച്ചു തോൽപ്പിക്കുന്ന ആൾക്കാണ് സുറഅത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളെ അടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? തോൽപ്പിക്കുക, ഗുസ്തി പിടിച്ച് തോൽപ്പിക്കുക. അടുത്ത വായിക്ക്. ക്ലിയർ അല്ലേ? സുറഅത്ത് എന്ന് വായിക്കണം. സ്വാദിനിക്ക് ലമ്മു കൊണ്ടും റായിനിക്ക് സുക്കൂനും കൊണ്ടും. അതിന്റെ അസില്, അതിന്റെ ഭാഷാപരമായ അടിസ്ഥാനം അറബികളുടെ അടുക്കൽ മൻ, ഒരാളാണ്, യസ്റഉ, അവൻ സംഘട്ടനത്തിൽ ഏർപ്പെടും, അന്നാസ, ജനങ്ങളോട്, കസീറൻ, ധാരാളം, സംഘട്ടനത്തിൽ ഏർപ്പെട്ട് വിജയിക്കുകയും ചെയ്യുന്ന അർത്ഥം. സംഘട്ടനത്തിൽ ഏർപ്പെട്ട് വിജയിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളോട് പൊരുതി തോൽപ്പിക്കാൻ പറ്റുന്ന ആൾക്കാണ് സുറഅത്ത് എന്ന് പറയാം. ക്ലിയർ അല്ലേ?
ആ ആ ഉം. തങ്ങളോട് തങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. കുന്തു ഞാനായിരുന്നു ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. ആ യസ്തബ്ബാനി. ആ രണ്ട് പുരുഷന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്, വഴക്ക് കൂടുന്നുണ്ട്. യസ്തബ്ബാനി എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക. ആ ആ ആ രണ്ടാരൊരാളുടെ വജീഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്തായിട്ടുണ്ട്, ചോന്നിട്ടുണ്ട് ദേഷ്യം കൊണ്ട്. ഉം. ഔ- ഔദാജു. ആ, ആ. അവന്റെ കണ്ടനാടികള് ഈ ദേഷ്യം കൊണ്ട് ഇവിടെയുള്ള ഈ ഞരമ്പുകളൊക്കെ എന്തായിട്ടുണ്ട്, വീർത്തിട്ടുണ്ട്. അത്രയും ദേഷ്യം വന്നിട്ടുണ്ട്. ഉം. ആ ആ അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഇന്നീല ആഴലമോ, തീർച്ചയായും എനിക്കറിയാം, ഏ കലിമത്തൻ, ആ ചില വാക്കുകൾ അറിയാം. ആ, ആ പദം, ആ വാക്കുകളെ അവൻ പറഞ്ഞാൽ അവനക്ക് എന്തുണ്ടാവും, അവനിപ്പോ അനുഭവിക്കുന്നത് പോകും. അതായത് അവന്റെ കോപം ശമിക്കുന്നു. ഇപ്പൊ ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്, കഠിനമായ ദേഷ്യത്തിൽ നിൽക്കുക, അത് പോകുന്നു. ഏതാണ് ആ പദം? ആ ലൗകാല, പറഞ്ഞാൽ, അവൻ പറഞ്ഞാൽ. ഉം. ആ യ- ആ അവൻ അനുഭവിക്കുന്നത് നീങ്ങുന്നതാണ്. അവന്റെ ഫീൽ ചെയ്യുന്നത് കോപാണ്. ആ കോപം നീങ്ങിപ്പോവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ. ആ ആ അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു. ആ ആ ആ നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? റജീമായ, റഹ്മത്തിനെ തൊട്ട് ആട്ടിയോദിക്കപ്പെട്ട ഷെയ്ത്താന്റെ ഷെറിൽ നിന്നും നീ കാവലിനെ ചോദിക്ക് എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അയാളോട് പോയി പറഞ്ഞു കൊടുത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നിങ്ങൾ പറയാന്ന് പറഞ്ഞു. അപ്പോ ദേഷ്യം വന്നാല് അതിന്റെ എന്താ പറയാ, ഫലം നമ്മൾ എന്താൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി പിടിച്ചു വെക്കണം. എന്നൊരു ഒരു പദമാണ് ഷെയ്ത്താന്റെ ഭാഗത്തു നിന്നാണ് ഈ ദേഷ്യം ഉണ്ടാവുക. അപ്പൊ അതിന് അഊദു ബില്ലാഹി മിന മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ശണ്ട കൂടെ തർക്കിക്കുക. ആ ആ അല്ല, ഔദാജ് എന്ന് പറഞ്ഞാൽ കണ്ടനാടികൾ. അത് വീർത്തു, വീർത്തു.
പോവും മാ യജിദു അവന് അനുഭവിക്കുന്നത്. തഅവ്വദ് എന്ന് പറഞ്ഞാൽ നീ കാവൽ തേട്. തഅവ്വദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആ പിന്നെ അടുത്ത വായിക്കും. യുൻഫിദഹു. ആ ആ മാഷാ അല്ലേ. മൻ കവമ ഗൈളൻ, ഒരാൾ ദേഷ്യം, കഠിനമായ ദേഷ്യം അടക്കി വെച്ചു. ദേഷ്യം അടക്കി വെച്ചു. വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ ദേഷ്യം പ്രതികാരമെടുക്കാൻ അവന് കഴിവ് സാധിക്കലോട് കൂടെ അള്ളാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ദേഷ്യം അടക്കി വെച്ചു. മൻ കലമ ഗൈളൻ, ഒരാൾ ദേഷ്യം അടക്കി വെച്ചു. വഹുവ ഖാദിറുൻ, അവൻ കഴിവുള്ളവനാവലോട് കൂടെ അലാ അൻ യുൻഫിദഹു, അവന്റെ ദേഷ്യത്തിനെ നടപ്പിൽ വരുത്താൻ. മറ്റവനെ അടിച്ചു തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ദേഷ്യം നടപ്പിൽ വരുത്താൻ സാധിക്കലോട് കൂടെ അവൻ എന്ത് ചെയ്തു, അതിനെ അടക്കി നിർത്തി. അങ്ങനെ ചെയ്താൽ ദഅാഹുല്ലാഹ്, റുഊസിൽ റുഊസിൽ ഖലായിഖ്. അപ്പോ ജന ജനങ്ങളുടെ ജനങ്ങളുടെ മധ്യത്തിൽ അവനെ അള്ളാഹു വിളിക്കും. ഖിയാമത്ത് നാളിൽ ജനമധ്യത്തിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കും. എന്നിട്ട് എന്തിനു വേണ്ടി? ഹത്താ യുഖയ്യിറഹു, അവന് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നൽകും. അള്ളാഹു അവനക്കൊരു ചോയ്സ് നൽകും. മിനൽ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐങ്ങളിൽ നിന്ന് ആ മാഷാ, ഉദ്ദേശിക്കുന്നത്. ഹൂറുൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിനെ എടുക്കാൻ, സ്വീകരിക്കാൻ ആ ചോയ്സ്, അവസരം അള്ളാഹു നൽകുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഹൂറുല്ലീങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വർഗീയ സുന്ദരികൾ. പിന്നെ അടുത്ത വായിക്കും. യുൻഫിദഹു, അത് നടപ്പിൽ വരുത്തുക, ദേഷ്യത്തിനെ നടപ്പിൽ വരുത്തുന്ന. ക്ലിയർ അല്ലേ? കലമ ആ ഗൈള് എന്ന് പറഞ്ഞാൽ ശക്തമായ ദേഷ്യം, കലമ എന്ന് പറഞ്ഞാൽ അടക്കി വെച്ച്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് അന്ന റജുലൻ അല്ലേ? ഉം, ഉം, ആ അല്ല ചോദിച്ചു, കാല ചോദിച്ചു, ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് ചോദിച്ചു, ലിൻ നബി, ആ ആ എനിക്കൊരു ഉപദേശം നൽകൂ. പലതവണ അദ്ദേഹം ആവർത്തിച്ചു. അല്ലേ? റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശമാണെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ദേഷ്യപ്പെടരുത് എന്നായി. ക്ലിയർ അല്ലേ? പ്രശ്നമില്ല. മതിയാ എന്നാൾക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വസല്ലി അലൈഹി. ഓക്കെ, അസ്സലാമു അലൈക്കും.